ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ നന്നായിരുന്നു, കുർബാനയൊക്കെ നന്നായിരുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള ആ ഒരു ക്ലാസ്സിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ. ആ പ്രാർത്ഥനയിൽ നമ്മളുടെ ഇഷ്ടം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. അതിപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലായാലും എല്ലാം നമ്മുടെ ഇഷ്ടം നടക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ റിട്രീറ്റിന് വന്നാലും റിട്രീറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷം. അത് പറയാൻ കാരണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്ന ഒരു പ്രാർത്ഥന അതായിരുന്നു എൻ്റെ മാസ്റ്റേഴ്സ്, തിയോളജിയിലെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ എൻ്റെ വിഷയം അതായിരുന്നു. പക്ഷേ 2 വർഷം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. ഒരിക്കൽ പോലും കർത്താവിനോട് ചോദിച്ചില്ല ഞാൻ, കർത്താവ് ഇത് തന്നെയാണോ നിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ ഈ 2 വർഷം ഇത് പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ ഇത് എഴുതുമ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നാണ് അങ്ങയുടെ ഇഷ്ടം എന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. അതൊരു 5 വർഷം മുമ്പാണ്, ഇന്ന വരെയും ചോദിച്ചില്ല. പക്ഷേ ബ്രദർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആ ഒരു പഠിച്ചത് 2 വർഷം പഠിച്ച സമയത്ത് ദൈവത്തിൻ്റെയോട് ചോദിക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നെന്ന് അങ്ങനെ ഒരു ചിന്ത വന്നു. അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. കാരണം നമ്മുടെ ഇഷ്ടം വിട്ടുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇടുന്ന ഡ്രസ്സിൻ്റെ കളർ പോലും എൻ്റെ ഇഷ്ടമാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ കുർബാനയെക്കുറിച്ച് പറയാനായിട്ട്, കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ബ്രദർ പറഞ്ഞിരുന്നു, ആ 12 പ്രാവശ്യം മുട്ടുകുത്തി വൈദികൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി. ആ ഒരു ഭാഗം എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഈ നടുക്കിൽ കൊണ്ടുപോയി അത് വിരിക്കുന്നതിന് നല്ലത് അൾത്താരയുടെ അവിടെ വിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. അതിപ്പോൾ ഞങ്ങളൊക്കെ പുറകിലായിട്ട് തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അത് ഇവിടെ വിരിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ എന്നൊരു ചിന്ത വന്നു. ഉടനെ കർത്താവ് എനിക്കൊരു ഇങ്ങനെ ഒരു വചനം തന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, കർത്താവിൻ്റെ കൂടാരം ജനങ്ങളുടെ നമ്മുടെ ഇടയിലാണ് അത് ആ കർത്താവിൻ്റെ കൂടാരം വന്നത്. അപ്പോൾ ആ സമയത്ത് പരിശുദ്ധാത്മാവ് അപ്പത്തിലും തിരുവോസ്തിയിലും രക്തത്തിലും വീഞ്ഞിലും മാത്രമല്ല, അവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ കർത്താവിൻ്റെ കൂടാരം നമ്മുടെ ഇടയിൽ. ആ ദിവ്യബലി തീരുന്നവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് റാസകുർബാന ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. മീൻസ് ഞാനും CMI അച്ഛൻ തന്നെയാണ്. കുർബാന 86-ലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ പുതിയ കുർബാന അല്ലേ. ആ സമയത്ത് അങ്ങോട്ട് ഞങ്ങളുടെ ഇടവകയിൽ ഈ റാസകുർബാന അർപ്പിച്ചായിരുന്നു. അന്ന് മൊത്തം കൺഫ്യൂഷനായിരുന്നു, ആർക്കും എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നൊരു പിടുത്തല്ലായിരുന്നു. കുറേ പേര് അച്ഛൻ പോകുന്നതിൻ്റെ പിന്നാലെ പോകും, അങ്ങനെയൊക്കെയായിരുന്നു ആദ്യത്തെ കുർബാന. പിന്നെ 10-25 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഈ ദിവ്യബലി അർപ്പിക്കുന്നത്. അത് ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ഞങ്ങളവിടെ ലത്തീൻ കുർബാന സാധാരണ ദിവസം 22 മിനിറ്റ് എടുക്കും. 22 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് പരിപാടി തീരും. അത് 25 ആയി കഴിഞ്ഞ ആൾക്കാർ നമ്മളെ വഴക്ക് പറയും. അപ്പോൾ 22 മിനിറ്റ്, ഞായറാഴ്ചയാണെങ്കിൽ ഒരു 50-55 മിനിറ്റ് എടുക്കുള്ളൂ. ഇന്നലെ ബ്രദറൂടെ പറഞ്ഞു നാളെ റാസകുർബാനയാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം. കുറേ പേര് കൈയടിക്കുന്നു, കുറേ പേര് ചിരിക്കുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കാരണം നമുക്ക് ആ കുർബാനയോടുള്ള ഒരു സ്നേഹം അത് മതി. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ എത്രയോ ഉച്ചത്തിലെ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത് ആ കുർബാനയോടുള്ള ഒരു സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനൊരു ലക്ഷ്യം, അതിനുള്ളൊരു മാർഗദർശനമൊക്കെ ഉണ്ടാവും. അതിനാ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കുർബാനയിൽ ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. എല്ലാവർക്കും ഒത്തിരി നന്ദി.